ഡാ പട്ടേ ആ എന്തോർത്തോണ്ടിരിക്കുക പോണ്ടേ? ആ പിന്നെ പോണ്ടേ, ഞാൻ നിന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. പിന്നെ കണ്ണടച്ചോണ്ടല്ലേ വെയിറ്റ് ചെയ്യണേ? പോടെ ചെക്ക. വൈകിട്ടെന്താ പരിപാടി? പിന്നെ വീട്ടിലേക്ക് വാ, നല്ല സദ്യ. സദ്യ ഇന്നെങ്കിലും ഒരെണ്ണം അടിക്കടാ, ഫ്ലാറ്റിൽ സാധനം ഇരിപ്പുണ്ട്. പിന്നെ ഇന്ന് ഓഫീസിന് വന്നത് തന്നെ വീട്ടിൽ ഭയങ്കര കലിപ്പാണ്. ഓ അതൊന്നും നോക്കണ്ട, നമുക്ക് രണ്ടെണ്ണം അടിച്ച് സെറ്റായിട്ട്. ഓ ഇയാടെ വയറെന്നാ സിന്തറ്റിക് ടാങ്കോല്ലോ. നിങ്ങളെ അവിടെ എല്ലാവരും തിരക്കും. അവിടെ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് എല്ലാം ചെയ്തു കൊടുക്കേണ്ട ആളാ. കല്യാണത്തിനോ വരുന്നില്ല എന്ന് ഇന്നൊന്ന് അവിടെ വന്ന് മുഖം കാണിച്ചു പോന്നൂടെ മനുഷ്യ നിങ്ങൾക്ക്? നീ പോയിട്ട് വാ, നാളെ പോകുന്നതിന് മുമ്പ് എനിക്ക് കുറെ ഫയൽ നോക്കാനുണ്ട്. ഓ പിന്നെ കള്ളും കുടിച്ചോണ്ടല്ലേ ഫയൽ നോക്കുന്നേ? എടി 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 കുട്ടാ വണ്ടി എട്. എടോ, ആരെങ്കിലും ചോദിച്ചാലേ ഞാൻ കോൺഫറൻസിലാണെന്ന് പറഞ്ഞാൽ മതി. ശരി സാർ, ഞാൻ എല്ലാവരോടും പറഞ്ഞു. അയാൾ ചുമ്മാ മണമണാന്ന് അടിച്ചോണ്ട്. എടാ എനിക്കൊരു ചെറുത് മതിയായിരുന്നു. ആ ചെറുതേ ഉള്ളൂ. അപ്പത്തേക്കും ബാറോളയല്ല. അതെ, ഈ വെള്ളം അടിക്കുന്നവർക്ക് കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് കോലെടുത്തോടെ വെച്ചിരിക്കുന്നത്. അപ്പൊ പോന്നോട്ടല്ലേ ഇതില്. അങ്ങനെയാണെങ്കിൽ എന്റെ സ്വന്തം അളിയുടെ കല്യാണ സന്തോഷത്തിന് എനിക്ക് റോയിച്ചത് വേണ്ട, അത് അളിയന് വെള്ളം കൊടുക്കരുന്ന ആണെന്ന് പറഞ്ഞേക്കുന്നത്. ഞാൻ ഡ്രൈ ആണെന്നിരിക്കലെന്നാ വല്ല നല്ല ഡ്രൈ. അതല്ല, മദ്യം തരരുതെന്നാ പറഞ്ഞേക്കുന്നത്. വാറ്റ് കൊണ്ടുവന്നോടാ. കാറ്റ് പോവാറായപ്പോ കിളവന് പാറ്റ്. അമ്മാവാ, ആദ്യം ഇത് തീരട്ടെ, പിന്നെ വേറെ സാധനം എടുക്കാം. ഇത് നിനക്ക്, ഇത് നിനക്ക്, ഇത് നിനക്ക്, ഇത് അപ്പുറത്തിരിക്കുന്ന അമ്മാവന് കൊടുത്തത്. അളിയൻ എന്ത് പരിപാടിയെ കാണിച്ചത്? സോറി, ചേസ് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കുടിയന്മാരും ഒറ്റക്കെട്ടാണ്. അപ്പൊ അതിന്റെ കാര്യം ഒരു തീരുമാനം. ഹലോ, ആരാ അളിയാ ഫോണില്? എന്താ മണവളച്ചക്കൻ ബിസി ആയിരുന്നോ? ഏയ് ഞാൻ വെറുതെ ഫ്രണ്ട്സൊക്കെ ആയിട്ട്. എന്താ കമ്പനിയാണോ? ഏയ് അങ്ങനെയൊന്നുമല്ല. എന്നാലേ പൊന്നുമോൻ പോയി കിടന്നുറങ്ങാൻ നോക്ക്. എന്റെ പൊന്നെ, നീ ഇപ്പഴേ പറഞ്ഞു തുടങ്ങിയാ? ഇല്ലേ, എനിക്ക് അറിഞ്ഞൂടെ നിന്നെ. അല്ല, എന്ന് പറഞ്ഞാ അടിച്ചാലോ? അയ്യടാ, അത് വേണ്ട. എടാ നീ ചോറുന്നില്ലേ? ഇല്ല, ഞാൻ പിന്നെ കഴിച്ചോളാം. അവിടെ ദുബായിൽ നിന്ന് ആന്റിയും മക്കളൊക്കെ വന്നിട്ട് ഇവിടെ ആകെ തിരക്കായി തുടങ്ങി. ഞാനിപ്പോ റൂമിലേക്ക് വന്നേ ഉള്ളൂ. അമേരിക്കയിൽ നിന്ന് മോനും മോളും വന്നില്ലേ മല്ലികേ? മോളുടെ രണ്ടാമത്തെ ഡെലിവറി കഴിഞ്ഞ് 8 ആയുള്ളൂ. അവൾക്ക് വരണമെന്നുണ്ടായിരുന്നു. ഇതൊക്കെ വലിയ ഇഷ്ടാ. ഇവിടെ ഭയങ്കര തിരക്കാണ്. ഗൗരി ആയിരിക്കില്ലേടാ. നടക്കട്ടെ നടക്കട്ടെ, ഒഴിക്കട്ടെ. എടി, ഞാൻ നിന്നെ തിരിച്ചു വിളിക്കാം. അമ്മ എന്താ ഇവിടെ തനിച്ച്? നിന്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ. അമ്മ ഇന്ന് പോയേ, അപ്പുറത്ത് എല്ലാരും സന്തോഷമായിട്ട് ഇരിക്കുമ്പോഴാണ്. വാ, നമുക്ക് കഴിക്കാം. വാ. അവന്മാരെവിടെ? അവരെ കൂടെ വിളിക്കേ. അവരപ്പുറത്ത് പണിയിലാന്നേ. ഒരുപാട് പണിയെടുത്ത് ശരീരം കേടാക്കണ്ടെന്ന് പറ അവന്മാരോട്.